എയിംസ് വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തെ നിസ്സാരമായി കാണാനാകില്ല എന്ന ഹൈക്കോടതി. സാധ്യതാ പഠനം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ ഹൈക്കോടതി വിമർശിച്ചു. 2 ആഴ്ചക്കകം മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ശ്യാം, എയിംസ് എന്നത് കേരളത്തിന്റെ അവകാശം കൂടിയാണ്, ദീർഘകാല ആവശ്യമാണ് എങ്കിലും ഹൈക്കോടതി നിലപാട് എന്താണ്? മാധു, ഇതിൽ ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. കാസർഗോഡ് ജനകീയ കൂട്ടായ്മയാണ് ഇത് സംബന്ധിച്ച പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഇതിലാണ് എയിംസ് വേണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തെ നിസ്സാരമായി കാണാനാവില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വിമർശനവും കൂടിയാണ് ഇക്കാര്യം. ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ രീതിയിലുള്ള നിരീക്ഷണം നടത്തുന്നത്. സാധ്യതാ പഠനം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു. സാധ്യതാ പഠനത്തിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നേരത്തെ 4 ആഴ്ചയാണ് ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നത്. എന്നാൽ കൂടുതൽ അടുത്ത 4 ആഴ്ച കൂടി സാവകാശം വേണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. ഇത്രയും സമയം നൽകാനാകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന കർശന നിർദ്ദേശവും കൂടി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകി. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകിയത്.